കഴിഞ്ഞ ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥനകളിൽ ഞാൻ ദൈവമക്കളോട് സംസാരിച്ച ഒരു പ്രധാന കാര്യം ആഗ്രഹമാണ്. യേശു ഗിരിപ്രഭാഷണം തുടങ്ങിയപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അതായത് എത്രത്തോളം നമുക്ക് ആഗ്രഹമുണ്ടോ, എത്രത്തോളം ദാഹമുണ്ടോ, എത്രത്തോളം പോരാ എന്ന് തോന്നുന്നു, അത്രത്തോളമേ നമുക്ക് പ്രാപിക്കാൻ കഴിയൂ. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ കുറേ കാലം കഴിയുമ്പോൾ മതി എന്ന് പറഞ്ഞു പോരും. എന്താണ്? അവർക്ക് വേണ്ടതൊക്കെ ആയി. കടമായിരുന്നു, കടം മാറി. വീടില്ലായിരുന്നു, ലാൻഡ് വാങ്ങി. അതിനകത്ത് നല്ലൊരു വീട് വെച്ചു. അപ്പോഴേക്കും പിള്ളേരെ രണ്ടും നന്നാ പഠിപ്പ് കഴിഞ്ഞ് രണ്ടുപേര് രണ്ട് രാജ്യത്തായി. അവർക്ക് മനസ്സിലായി മതി. പിന്നീട് ആ ജോലിയില്ല, അതോടെ തിരിച്ചു വന്നു, വരുമാനമില്ല. മതി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ അതോടെ നിന്നു. മതിയെന്ന് തീരുമാനിക്കുന്നത് ദൈവമല്ല, നമ്മളാണ്. ദൈവം അൺലിമിറ്റഡിൻ്റെ ആളാണ്. ദൈവത്തിന് പരിമിതികളില്ല. അതുകൊണ്ടാണ് ആകാശം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നത്. ആകാശം നമ്മോട് പറയുന്നൊരു മെസ്സേജുണ്ട്, ദൈവത്തിന് പരിമിതിയില്ല. നമ്മൾ തന്നെ ചോദിക്കും, ഇത്രയും നക്ഷത്രത്തിൻ്റെ വല്ല ആവശ്യമുണ്ട്? ഈ കൊച്ചു ഭൂമിയുടെ മുകളിൽ ഇത്രയും വലിയ ആകാശം കൊണ്ടുവന്ന് വെക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ഈ ഇടിവെട്ടും ഇത്രയും വലിയ ഇടിവെട്ടേണ്ട വല്ല ആവശ്യമുണ്ട്? പതുക്കെ ചെറുതായിട്ട് അങ്ങനെ പൊട്ടിക്കൂടെ? ദൈവം എന്ത് ചെയ്താലും അതല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചെയ്യും, നന്നായിട്ട് ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തരുമെന്നല്ല, ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്തെങ്കിലും നടക്കണമെങ്കിൽ യേശുവിൻ്റെ കെയർ ഓഫിലേ ഉള്ളൂ. യേശുവിനെ കൈക്കൊള്ളവർ എല്ലാ സമൃദ്ധിയും ദൈവം തരും. ആകാശം പോലെ സമൃദ്ധി ദൈവം നമുക്ക് തരും. നമ്മുടെ പിതാവായ അബ്രഹാമിനെ, നിരാശനായി കിടക്കുന്ന അബ്രഹാമിനെ കൂടാരത്തിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് നിരാശ പറഞ്ഞ്, എനിക്കൊന്നുമില്ല, ഒരു മോൻ പോലുമില്ല, ഒരു കുഞ്ഞിനെ പോലും തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുറത്തു കൊണ്ടുവന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണിച്ചിട്ട്, ഇതുപോലെ ഞാൻ നിനക്ക് ഭൂമിയിൽ മക്കളെ തരുന്നു. ഇവിടെ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ, അത് ആകാശത്തല്ലേ, ഇതുപോലെ ഞാൻ ഭൂമിയിൽ ചെയ്യും. ഈ വലിയ ആകാശത്തിൽ എന്തുണ്ടോ അതുപോലെ ആയിരിക്കും നിനക്കൊണ്ടാകാൻ പോകുന്ന അനുഗ്രഹം. എണ്ണാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമാണ്. അതാണ് ദൈവം. ദൈവം വിളിച്ചവരെയെല്ലാം അനുഗ്രഹിച്ച് അത്ഭുതപ്പെടുത്തും. മതി എന്ന് നമ്മൾ പറയാതെ ദൈവം നിർത്തൂല. ദാവീദ് പറയണ, കർത്താവ് ഇത്രത്തോളം വരാൻ ഞാൻ എന്തുള്ളൂ, ഇത് പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുംകാലത്തേക്കുള്ളത് കൂടി നീ എനിക്ക് അറിയിച്ചു തന്നല്ലോ. എൻ്റെ മക്കളെ കുറിച്ച് കൂടി പറഞ്ഞില്ലേ കർത്താവേ, ഇത് പോരെന്ന് നിനക്ക് തോന്നിയല്ലോ. ഇതാണ് ദൈവം. ഇത് പോരാ. 3 രാജാക്കന്മാര് എലീശയുടെ അടുക്കൽ ആലോചന ചോദിക്കാൻ ചെന്നു. മരുഭൂമിയിൽ അവർക്ക് വെള്ളമില്ല. നമുക്കത് 2 രാജാക്കന്മാരിൽ കാണാം, 3-ാം അധ്യായത്തിലൊക്കെ. കുടിക്കാൻ വെള്ളമില്ല, അവർ മരിച്ചു പോകും, അവരുടെ സൈന്യം മുഴുവൻ തീർന്നു പോകും, മരുഭൂമിയാണ്. അവരോർത്ത് ഇതോടെ തീരുമെന്ന്. എന്നാൽ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച കൊടുത്ത ഒരു എലീശ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ പ്രവചിച്ചു, ഏദോമിൽ നിന്ന് വെള്ളം വരുന്നത് നിങ്ങൾ കാണും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ താഴ്വരയിൽ കുഴികളെ വിട്ട് വിശ്വാസത്താൽ, കാറ്റും കാണില്ല, മഴയും കാണില്ല, എന്നാൽ വെള്ളം വരും. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തു നിന്നും മാനുഷികമായി ഒന്നും ഉണ്ടാകില്ല, എന്നാൽ വെള്ളം വരും. സാമ്പത്തികം നമ്മൾ ഉദ്ദേശിക്കുന്ന ചില റൂട്ടുണ്ട്, അതിൽ കൂടി വരില്ല. ചിലരുടെ വിചാരം ഇന്നയാളോട് ചോദിച്ചാൽ പ്രാർത്ഥിക്കുകയും വേണം, ഇന്നയാളോട് ചോദിക്കുകയും വേണം. അല്ല, അതിൽ കൂടി അല്ല വെള്ളം വരുന്നത്. നന്മ വരുന്നത് ദൈവം എവിടെയോ ആർക്കും വെളിപ്പെടുത്താത്ത എന്തോ വെച്ചിട്ടുണ്ട്. വെള്ളം വരും.
കുടിക്കാനുള്ള വെള്ളം. അങ്ങനെ അവർ വിശ്വാസത്താൽ കുഴി വെട്ടി. താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞു. എന്നിട്ടും പ്രവാചകൻ പ്രവചനം നിർത്തുന്നില്ല. പ്രവാചകൻ പറയുന്നു, ഇത് പോരാ എന്ന് ദൈവത്തിന് തോന്നി. നിങ്ങളിൽ 3 രാജാക്കന്മാരിൽ ഒരുത്തനെ ഒരു വിശ്വാസിയുള്ളൂ, ബാക്കി 2 ദുഷ്ടന്മാരാണ്. എങ്കിലും സാരമില്ല, നിങ്ങൾ എൻ്റെ ദാസന്റെ അടുക്കൽ വന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾക്കിത് തന്നാ പോരാ. നിങ്ങൾ എന്നെ ആശ്രയിച്ചത് കൊണ്ട് ഞാൻ ഇതിനപ്പുറം ചോദിച്ചതിലും നനച്ചതിലും അധികം ഇത് പോരാ എന്ന് തോന്നിയിട്ട് ഞാൻ ശത്രുക്കളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അതങ്ങനെ സംഭവിച്ചു. പിറ്റേ ദിവസം ഏദോമിൽ നിന്ന് വെള്ളം വന്നു. വെള്ളം അവർ കുടിച്ചു, മൃഗങ്ങൾ കുടിച്ചു. എന്നാൽ ശത്രുക്കൾ നോക്കുമ്പോൾ, ആ അപ്പുറത്തെ മലയിൽ നിന്ന് നോക്കിയപ്പോൾ ഇത് രക്തമായിട്ട് തോന്നി. ഇവർ തമ്മിൽ വെട്ടിയും കുത്തിയും 3 രാജാക്കന്മാർ വെട്ടിയും കുത്തിയും ചത്തുപോയെന്ന്, ചോരക്കളമായി എന്ന് വിചാരിച്ചു. അവർ കൊള്ളയിടാൻ വന്നപ്പോൾ ഇവരോടി അവരെ ഓടിച്ചിട്ടു, അവരെ കൊന്നുകളഞ്ഞു. 3 രാജാക്കന്മാർ ചേർന്ന് മറ്റുള്ള സൈന്യങ്ങളെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു. ഇതാണ് ദൈവം. കുടിക്കാൻ കൊടുത്ത വെള്ളം തന്നെ ശത്രുവിനെ ഒരു കണിയുമാക്കി. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റു വേറെ കാര്യങ്ങളും അതിനകത്ത് ദൈവത്തിനുണ്ട്. ഒന്നിൽ തന്നെ പലത് ചെയ്യുന്നവനാണ് ദൈവം. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കണം. കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടും. ഈ ദൈവം പോരാ എന്ന് നമ്മെക്കുറിച്ച്, മക്കൾക്കിത് പോരാ എന്ന് ചിന്തിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്, ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും വെയിലും മഴയും കൊടുക്കുന്ന ദൈവം തൻ്റെ മക്കൾക്ക് ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അധികം തരുന്ന പിതാവാണ്. ആ പിതാവിനെ പാടി നമുക്ക് ആരാധിക്കാം. അസാധ്യങ്ങൾ സാധ്യമേ தேவா உங்க வார்த்தையாலே அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே அசையாத மலை கூட அசைந்திடுமே அமராத புயல் கூட அமர்ந்திடுமே அசையாத மலை கூட அசைந்திடுமே அமராத மலை கூட அமர்ந்திடுமே எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கு எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கு எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசுவுக்கு எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசுவுக்கு அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே அசையாத மலை கூட அசைந்திடுமே அமராத புயல் கூட அமர்ந்திடுமே அசையாத மலை கூட அசைந்திடுமே அமராத புயல் கூட அமர்ந்திடுமே எல்லா புகழும் எல்லா கனவும் என்னில்
அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே எல்லா புகழும் எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசுவுக்கு எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசுவுக்கு. ഈ വർഷത്തിലെ ആദ്യ മാസത്തിൻ്റെ അവസാന ദിവസം നമ്മൾ യോഹന്നാൻ 17 അടുത്ത വാക്യം വായിക്കുകയാണ്. ഈ മാസം തീരുകയാണ്. എന്നാൽ ഈ മാസത്തിനകത്ത് ശേഷിക്കുന്ന ഒരു 10-18 മണിക്കൂറിനുള്ളിൽ, രാവിലെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ പല രാജ്യത്തും പല സമയത്തായിരിക്കാം, നിങ്ങൾക്ക് ഈ ദിവസം ഒരു 5 മണിക്കൂർ കിട്ടുമോ? അതിൻ്റെ പകുതി ഒന്ന് പ്രാർത്ഥിക്കാൻ കൊടുക്കുക, വിശ്വാസം പറയാൻ. ഫെബ്രുവരി മാസം എന്ന മാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ മാസമായിരിക്കും. വാഗ്ദത്തങ്ങൾ നിറവേറും. ഈ 31 എന്ന ദിവസം തീരുന്നതിനുള്ളിൽ 12 മണിക്കുള്ളിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യും. അതങ്ങനെ തന്നെ കർത്താവ് ചെയ്യും. ഈ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ധൈര്യം, ഉറപ്പും കർത്താവ് തരികയാണ്. ജീസസ് എവരിഡേ കേൾക്കുന്ന എല്ലാ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഇറങ്ങി വരും. ഒരു വലിയ ധൈര്യം കിട്ടി. കാരണം ഈ വർഷം, ഈ ആഴ്ച മുതൽ, കഴിഞ്ഞ ആഴ്ച മുതൽ എല്ലാ ബുധനാഴ്ചയും ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ കുടുംബം ഉപവസിക്കാൻ തുടങ്ങി. ഒരു നേരം ഭക്ഷണം കഴിച്ച് ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്കണം. അതിനെല്ലാം പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചേ തീരൂ. ഇതുവരെയും നിങ്ങൾക്ക് മറുപടികൾ വിടാൻ കഴിയാതെ പോയി. അതിനുള്ള സൗകര്യക്കുറവുകളുണ്ടായിരുന്നു, ആളുകളുടെ കുറവുണ്ടായിരുന്നു. പല രാപ്പകല് പല സമയത്ത് വിളിക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പലർക്കും കഴിയാതെ പോയി. ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് 1 മിനിറ്റിൽ താഴെ ഒരു ഓഡിയോ മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്താലും മതി. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങളൊന്ന് അയച്ചു തരിക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം, ഒരു 3 പ്രാർത്ഥന വിഷയം പേര് സഹിതം ഒരു വാട്സപ്പ് നമ്പർ കൂടി ചേർത്ത് നൽകി തന്നാൽ ഞങ്ങളത് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉറപ്പ് തരുന്നു, നിങ്ങളുടെ വിഷയത്തിന് മറുപടിയുണ്ട്. ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളൊട്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രൈസ് ജനറേഷൻ ചർച്ച്, അതിനകത്തൊരു ടീം തന്നെ എഴുന്നേറ്റിരിക്കണം പ്രാർത്ഥിക്കാൻ, ഒരു സൈന്യം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 7 ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരെ എഴുന്നേൽപ്പിച്ചു കർത്താവ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അവരുടെ കയ്യിൽ കൊടുക്കും. കിട്ടുന്ന വിഷയങ്ങളെല്ലാം ഒരു ഫയലിലോട്ട് തിരിക്കാൻ പോവുകയാണ്. ഈ വർഷമെല്ലാം ഒന്ന് ഓർഡറാക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അന്ന് ചെയ്യാൻ നമുക്ക് ആളുകൾ കുറവായിരുന്നു. ഈ വർഷം ആൾ കുറവാണ്, എങ്കിലും ചിലരെ നിർബന്ധിച്ചത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ ഭാരത്തോടെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തരണം. യോഹന്നാൻ 17 നമുക്ക് കടന്നു വരാം. നമ്മൾ 16 വാക്യമാണ് വായിച്ചത്. യേശു പറഞ്ഞു, പിതാവേ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവർ ലൗകികന്മാരല്ല.
ഞാൻ ആത്മീകനാണ്, അവർ ആത്മീകരാണ്. ഞാൻ അഭിഷിക്തനാണ്, അവരും അഭിഷിക്തരാണ്. ഞാൻ ലോകക്കാരനല്ല, അവർ ലോകക്കാരനല്ല. ഞാൻ നല്ലവനാണ്, അവരും നല്ലവനാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവരും പ്രാർത്ഥിക്കുന്നവർ. കാരണം അവർ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് കൈവിട്ട് കളയാൻ പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ആ ക്രൂശിലെ കള്ളനെ പോലെ ഏറ്റൊടുവിലെങ്കിലും ഒറ്റ വാക്കെങ്കിലും പറഞ്ഞതല്ലേ, കർത്താവ് ഉറപ്പ് തന്നാണ്, വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഒറ്റ വാക്കേ ക്രൂശിലെ കള്ളം പറഞ്ഞുള്ളൂ. ഉടനെ യേശു പറയും, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായി. കാരണം അതൊരു കണ്ടീഷനാണ്. യേശുവിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ, അവൻ എത്ര ദുഷ്ടനാണെങ്കിലും സഹായിക്കാതെ നിവൃത്തിയില്ല. യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ മറുപടി തരാതെ നിവൃത്തിയില്ല. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതിനെല്ലാം മറുപടി തരും, അത്ഭുത മറുപടി തരും. അതുകൊണ്ട് ഈ വർഷം വാഗ്ദത്തങ്ങളെല്ലാം നിറവേറും. എങ്ങനെ? സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചാലല്ല, പ്രാർത്ഥിച്ച് നമുക്ക് സ്വന്തമാക്കണം. നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥനയുടെ സൗകര്യം തന്നെ ചെയ്യണം. ബെഡ്റൂമിൽ വേറെ സ്ഥലമൊന്നും ഇല്ലെങ്കിലും, വേറെ എക്സ്ട്രാ മുറിയില്ലെങ്കിലും ബെഡ്റൂമിൻ്റെ ഒരു വശത്ത് ഒരു കാർപ്പറ്റ് ഇടുക. ഭാര്യയും ഭർത്താവും പറയുക, അതേലാരും ചവിട്ടരുത്, അത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. ദൈവം നമുക്ക് അടുത്തൊരു മുറി തരുമ്പോൾ പ്രാർത്ഥനാ മുറിയാണ് ഇപ്പോൾ ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ എവിടെയാണ്, വരാന്തയിൽ, ബാൽക്കണിയിൽ. ഭർത്താവിനെ പേടിച്ച് ബാത്റൂമിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചവരൊക്കെ ഇന്ന് പല രാജ്യങ്ങളിലാണ്. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ബഥേലേജി ചർച്ചിൽ ഞാനായിരിക്കുമ്പോൾ അവിടെ ദിന്നൂരെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ അനിസൻ കെ ശാമുവേൽ എന്ന ദൈവദാസന്റെ ഭാര്യ വീട്ടിൽ, ജോൺ അങ്കിളിൻ്റെ വീട്ടിൽ ഓൾ നൈറ്റ് പ്രയർ നടക്കുകയാണ്. അന്ന് അനിസൻ കെ ശാമുവേൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജോൺസൺ വർഗീസ് പാസ്റ്റർ അന്ന് പാസ്റ്റർ അല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ കാലത്തെ കഥയാണ്, ഒരു 91 കാര്യം. അന്ന് രാത്രി ഒരു കുടുംബം വന്നേക്കാണ്, ഒരു ഭാര്യ. തിരിച്ചു ചെന്നാൽ ഭർത്താവ് വെട്ടിക്കൊല്ലും. അതുപോലത്തെ പ്രശ്നമാണ്. കൊണ്ടുവന്നാക്കാൻ ഏൽപ്പിച്ചേക്കുന്നത് എന്നെയും വേറൊരാളെയും. ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് കതിയുന്ന ആളായില്ല. ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു ചെന്നു. കാരണം ആര് കൊണ്ടുവന്നാക്കുന്നത്? ഓൺലൈറ്റ് കഴിഞ്ഞ് വെളുപ്പിന് 4 മണിക്ക് ചെല്ലുക. ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഭർത്താവ് ഭയങ്കര വഴക്കാ. പക്ഷെ അന്ന് വെട്ടുകത്തിയായിട്ട് ഡോറിൻ്റെ മറയിൽ അദ്ദേഹം നിന്നു. ഭാര്യ വന്നു, കതക് തുറന്നു. ഭാര്യ അകത്തോട്ട് പോയി. അദ്ദേഹത്തിന് വെട്ടാനും തോന്നിയില്ല, കുത്താനും തോന്നിയില്ല. അങ്ങനെ കത്തി അവിടെ വെച്ചിട്ട് പോയി കിടന്നുറങ്ങി. ഈ ബൈബിളിൽ വാക്യമുണ്ട്, ബലശാലികൾക്ക് കൈക്കരുത്തില്ലാതെ പോയത്. പ്രാർത്ഥനയുടെ ശക്തി. അപ്പം ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ആരംഭകാലങ്ങളിൽ ഞങ്ങളിതെല്ലാം കണ്ടു. ഇന്ന് അവരെല്ലാം ഏതൊക്കെയോ രാജ്യങ്ങളിലാണ്, അവരുടെ മക്കളെല്ലാം. അപ്പോൾ ഭർത്താവിനെ ഭയന്ന് പ്രാർത്ഥനയൊന്നും അവർ നിർത്തിയില്ല. വെട്ടിക്കൊല്ലോന്ന് പറഞ്ഞാൽ വെട്ടിക്കൊന്നോ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരാം, എന്നിട്ട് ചാകാമല്ലോ. വെട്ടുകത്തിയായിട്ട് നിന്നോ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് പ്രെയർ കഴിഞ്ഞിട്ട് വരാം. ഇന്ന് ഒരു എതിർപ്പുമില്ല, പോകാനായിട്ട് ഒരു താല്പര്യവുമില്ല. എതിർപ്പുകളുടെ നടുവിൽ വളർന്നതാണ് ദൈവസഭ. കാരണം എതിർപ്പുകൾക്കോ പ്രതികൂലങ്ങൾക്കോ പാതാള ഗോപുരത്തിനോ സഭയെ തോൽപ്പിക്കാൻ കഴിയില്ല. പ്രതികൂലത്തിന് പ്രതികൂലമായി നിൽക്കാൻ ഭൂമിയിൽ ദൈവമാക്കി വെച്ചത് ദൈവസഭയാണ്. യേശു അതിൻ്റെ ഇടയിൽ കയറി നിൽക്കുകയാണ്. 17ാം വാക്യം, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അവരെന്നെ പോലെയാണ്, എന്നാൽ അങ്ങയുടെ വചനത്താൽ അവരെ ഒന്ന് ശുദ്ധീകരിക്കണേ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പിതാവിനും അറിയാം. കയ്യിലിരിപ്പ് മോശം, ഒരു പാട്ടുകാരൻ പാടിയതുപോലെ. എങ്കിലും സത്യത്തിൻ്റെ വചനത്താൽ അവരെ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? വചനം.
വാസ്തവമായിട്ട് നിങ്ങൾ സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. യോഹന്നാൻ 15 പറയുന്നു, ഇപ്പോൾ നിങ്ങൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളതാകുന്നു. ഈ ജീസസ് എവരിഡേ എല്ലാ ദിവസവും രാവിലെ കേൾക്കുമ്പോൾ നമ്മൾ വിശുദ്ധരായിട്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത്. നമ്മുടെ ജഡമനുഷ്യനെ തോൽപ്പിക്കുന്നതാണ് വചനം കേൾക്കുന്നത്. എല്ലാ ദിവസവും ഒരു 20-25 മിനിറ്റ് വചനം കേൾക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ലേ? കറതീർന്ന അഭിഷേകമുള്ള വചനം, കൃപയുടെ വചനം. ഇത് കേൾക്കുന്നവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടും. എത്ര വലിയ കുറ്റങ്ങളും വചനത്തിൻ്റെ മുമ്പിൽ ക്ഷമിക്കപ്പെടും, കഴുകൽപ്പെടും. സത്യവചനത്താൽ വിശുദ്ധീകരിക്കുന്ന ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട്. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. യേശു പറയുന്നു, പിതാവേ, അങ്ങയുടെ വചനം സത്യമാണ്. അതിന് ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാൻ കഴിയില്ല. പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കും. വചനത്തിൽ എന്തു പറയുന്നുവോ ഒരു വള്ളിയോ പുള്ളിയോ മാറില്ല. നിന്റെ വചനം പിതാവേ സത്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ വചനം കേട്ടു പ്രമാണിക്കുന്നവൻ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത, ജീവിതം പണിത, ഭാവി പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. കാറ്റടിച്ചു, പേമാരി പെയ്തു, നദികൾ പൊങ്ങി, മണലിൽ പണിതത് എല്ലാം വീണു. എന്നാൽ വചനത്തിൽ, പാറയെന്ന ദൈവവചനമെന്ന പാറയിൽ പണിതത് അതിനെ മറിച്ച് കളയാൻ ഒരു മഴയ്ക്കും എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും. ചിലർ ചോദിക്കും, അയ്യോ നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരല്ലേ, നിങ്ങൾക്ക് രോഗം വന്നു, നിങ്ങളുടെ വീട്ടിലും കടമോ, നിങ്ങളുടെ വീട്ടിലും ജപ്തിയോ? എന്നാൽ ഈ വീട് വീഴില്ല, ഇത് പാറമേലാണ്. എല്ലാവർക്കും വരുന്നു. അയ്യോ നിങ്ങളുടെ വീട്ടിൽ നിന്നും ICUലോ വെന്റിലേറ്ററിലോ, നിങ്ങളുടെ വീട്ടിലെ അപകടമോ, നിങ്ങളുടെ വീട്ടിലും പ്രതികൂലങ്ങളോ, നിങ്ങളുടെ വീട്ടിലും അപകടങ്ങളും പ്രതിസന്ധികളുമോ? കാറ്റ്, പേമാരി, നദികൾ എല്ലാ വീട്ടിലും അടിക്കും. എന്നാൽ വചനത്തിലുള്ള വീട് വീഴില്ല. സത്യവചനം, നിലനിൽക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം, നമ്മെ ദൈവത്തിൻ്റെ മുമ്പിൽ ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്ന വചനം. ആ വചനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കുകൾ മാറ്റമില്ല. നമുക്ക് ആശ്രയിക്കാം, നമുക്ക് കർത്താവിനെ വിശ്വസിക്കാം, കർത്താവിൽ നമുക്ക് വിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഈ മഹിമയേറിയ വചനങ്ങൾ ഞങ്ങളെ വായിലെടുക്കാനും അത് സ്വീകരിക്കാനും കേൾക്കാനും എഴുതാനും മനഃപ്പാടമാക്കാനും ഒക്കെയും 2025 ജനുവരി എന്നൊരു മാസം തന്നതിനായി നന്ദി. ഈ മാസങ്ങൾ കേട്ട, ഈ മാസം കേട്ട, ഈ ആഴ്ചകളിൽ കേട്ട, ഈ മണിക്കൂറുകളിൽ കേട്ട എല്ലാ വചനങ്ങളെയും ഞങ്ങൾ വിശ്വസിക്കും. വചനപ്രകാരം സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കും. ഈ മാസം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിൻ്റെയും മറുപടികൾ കാണുവാൻ ഞങ്ങൾ പോവുകയാണ്. ഇന്ന് തന്നെ ഞങ്ങളത് കാണും. വരുവാൻ പോകുന്ന ഫെബ്രുവരി മാസം ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ കാത്തിരിക്കുന്നു, വിശ്വസിക്കുന്നു, ആകാംക്ഷയോടെ ഞങ്ങളതിനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. ഫെബ്രുവരി മാസം ഇത് കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ പറഞ്ഞ അതേ പരസ്യം ഒന്നുകൂടി പറയാം. ഞായറാഴ്ച 8 മണിക്ക് ആലപ്പുഴയിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് കർത്താവിൽ പ്രസിദ്ധനായ ഡോക്ടർ PG വർഗീസ് എന്ന അപ്പോസ്തലൻ, അദ്ദേഹം കടന്നു വരുന്നു, കുടുംബമായി വരുന്നു, വചനം പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിദേശ രാജ്യങ്ങളിലുള്ളവർക്കെല്ലാം ഓൺലൈനായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കാം. അല്ലാത്തവർ കഴിയുന്നതും മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരിക. വെൽക്കം. ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയ മാസം നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.